ഹായ് നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് നാളായി വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട്. സംഭവം വേറൊന്നുമല്ല, പഴയ ചാനൽ പോയിട്ടുണ്ട്, പെർമനൻ്റ്ലി ഡീആക്ടിവേറ്റഡ് ആണ്. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ഇപ്പം ഒരുപാട് പേരുടെ ചാനലുകൾ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, പെർമനൻ്റ്ലി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ചാനലും പോയി എന്നുള്ളതാണ്. അപ്പം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വയലേഷൻ ഒക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് മെയിൽ വന്നത്. അപ്പോൾ ഞാനത് അപ്പീൽ കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല, ചാനൽ പോയി. അപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു പുതിയ ചാനലാണ്. പുതിയ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എറണാകുളത്തെ ഒരു അനുഭവത്തെ പറ്റി പറയാൻ വേണ്ടിയാണ്. എൻ്റെ ഒരു സുഹൃത്തിന് എറണാകുളത്ത് ഉണ്ടായ ഒരു അനുഭവം അവൻ എന്നോട് പറഞ്ഞ കാര്യമാണ്. അപ്പം അതെനിക്കും മുമ്പുണ്ടായിട്ടുണ്ട്, പക്ഷേ ഇപ്പം അത് കുറച്ച് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ സംഭവം വേറൊന്നുമല്ല, നമ്മുടെ എയർപോർട്ടിലൊക്കെ ഫേക്ക് ട്രിപ്പുകൾ ഒരുപാട് കൊടുക്കുന്നുണ്ട്, ഒരുപാട് കിട്ടുന്നുണ്ട്. കുറേ ഡ്രൈവർമാർക്ക് ഫേക്ക് ട്രിപ്പുകൾ കിട്ടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പൈസ പോകുന്നുണ്ട്. എയർപോർട്ടിൽ കയറി ഇറങ്ങുമ്പോഴത്തേക്കും പൈസ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ കേസിൽ കുറേ ഡ്രൈവർമാരെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫേക്ക് ട്രിപ്പ് കൊടുക്കുന്ന ഡ്രൈവർമാരെ, ഈ ടാക്സി ഡ്രൈവർമാർ തന്നെ, ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭൂരിഭാഗവും ആൾക്കാരും കാസർഗോഡ് നിന്ന് വന്ന് ഓടുന്ന ഡ്രൈവർമാരാണ്. അപ്പം ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ശേഷം എന്തായാലും കുറേ ചീത്തവിളിയും കമൻറ്റും ഒക്കെ വരാം. കാരണം ഒരു ജില്ലയെ മാത്രം അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ വരാം. ഒരു ജില്ലയിലെ ചുരുക്കം ചില ആൾക്കാരെയാണ് പറയുന്നത്, എല്ലാവരും അല്ല. അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എയർപോർട്ടിലെ കാര്യം അവിടെ നിൽക്കട്ടെ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ഇനി പറയാൻ പോകുന്നത് പുതിയതായിട്ട് വന്നിരിക്കുന്നൊരു കാര്യം. അപ്പം ഒരുപക്ഷെ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും. നമുക്കിപ്പം കൊച്ചി ലുലു മാൾ, എടപ്പള്ളി ലുലു മാളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ യൂട്ടേൺ അടിച്ച് കയറി പോയി ലുലു മാളിൽ നിന്ന് പിക്കപ്പ് ചെയ്യാം. എന്നാൽ ഇപ്പം ലുലു മാളിൽ വരുന്ന പകുതി മുക്കാൽ ട്രിപ്പുകളും ക്യാൻസൽ ആവുന്നുണ്ട്. എന്താ കാര്യം എന്നറിയാമോ? പറഞ്ഞുതരാം. അതായത് ലുലു മാളിൽ അവിടെ എത്ര 100, 150, 200 രൂപയാണ് കൊടുത്തു കഴിഞ്ഞാൽ അകത്ത് പാർക്കിങ്ങിൽ കിടക്കാൻ പറ്റും. അപ്പോൾ ട്രിപ്പ് അടിക്കുമ്പം ഫസ്റ്റിൽ അടിക്കുന്നത് നിയറസ്റ്റ് വണ്ടി ഡ്രൈവർക്കാണ്. അപ്പോൾ ഈ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടിട്ട് നടന്ന് വന്ന് മുകളിൽ നിൽക്കും ചില ഡ്രൈവർമാർ. ഏത് ജില്ലയിലുള്ള ആൾക്കാരാണെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. അപ്പോൾ അവരങ്ങനെ നിൽക്കുമ്പോൾ കസ്റ്റമർ ഇറങ്ങി വന്ന് ഊബർ ബുക്ക് ചെയ്യുമല്ലോ. ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു റൈഡ് ഏതെങ്കിലും നിയറസ്റ്റ് ഡ്രൈവർക്ക് കണക്റ്റ് ആവുന്നതിനുണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ ഗ്യാപ്പിൽ ഈ ഡ്രൈവർമാർ നേരെ കസ്റ്റമർ എടുത്ത് നിന്നിട്ട്, മേഡം ഊബർ ബുക്ക് ചെയ്യണോ, എത്ര ഫെയർ കാണിക്കണേ, അത് തന്നാൽ മതി, അല്ല സാറേ അത് തന്നാൽ മതി, ഞാൻ കൊണ്ടാക്കാം എന്നും പറഞ്ഞിട്ട് വണ്ടി എടുത്ത് പാർക്കിങ്ങിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഇവരെ കൊണ്ടുപോകും. അപ്പം റൈഡ് കൺഫേം ആയ ഡ്രൈവർ അവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് കയറി വന്നിട്ട് അദ്ദേഹത്തിന് നഷ്ടമാകുന്നത് അദ്ദേഹത്തിൻ്റെ ഫ്യൂവലും അത്രയും സമയം മെനക്കേടും. അപ്പം നല്ല പരിപാടിയില്ലേ കാണിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും കഴിക്കുന്ന ആഹാരം ഈ വാഹനം ഓടിച്ച് അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് കിട്ടുന്ന പൈസ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ഈ കുത്തിരിപ്പുണ്ടാകുന്ന കുറേ നാറികൾ. അപ്പോൾ അവന്മാരെയൊക്കെ ഉദ്ദേശിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിൽ ഭൂരിപക്ഷം ആൾക്കാരും ഈ വടക്കന്ന് വരുന്ന ടീമുകളാണ്. അപ്പം ഈ വീഡിയോ എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചില ആൾക്കാരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നവർ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് വന്ന് കമൻറ്റ് ചെയ്യുക, പകുതി കണ്ടിട്ട് കമൻറ്റ് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ടീമുകൾ എറണാകുളത്ത് ഇങ്ങനെ ചുറ്റുന്നുണ്ട്. അപ്പം ഈ അനുഭവം ഉണ്ടായിട്ടുള്ള ഡ്രൈവർമാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ഇത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായ ഒരു അനുഭവം അവൻ്റെ അടുത്ത് പറഞ്ഞതാണ്. എനിക്ക് നേരിട്ട് ഉണ്ടായിട്ടില്ല, പക്ഷേ ഞാൻ എറണാകുളത്തുള്ള സമയത്ത് കുറേ ട്രിപ്പുകൾ 2-3 ട്രിപ്പുകളൊക്കെ ഇങ്ങനെ ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ബുക്ക് ചെയ്യുമ്പോൾ കൊച്ചു വണ്ടി കിട്ടുമ്പം ഇനി അതുകൊണ്ട് കുഞ്ഞു വണ്ടി ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യുമായിരിക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതാണ് സംഭവം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാര്യം. ഈ ടീമുകൾ തന്നെയാണ് എയർപോർട്ടിൽ ഫേക്ക് ട്രിപ്പുകൾ കൊടുത്തിട്ട് നമ്മുടെ ഡ്രൈവർമാരുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യിപ്പിക്കുന്നതും അതുപോലെ അക്കൗണ്ടിലെ പ്രശ്നമാക്കുന്ന എല്ലാം ഇവന്മാരാണ്. അപ്പോൾ ഇവന്മാരെ കൈ കിട്ടി ഇനി അടിക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ പണി കാണിക്കുന്നവന്മാരൊക്കെ ഒന്ന് ചിന്തിക്കുക, പണി പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. അടി കിട്ടിയുടെ അവസാനം കിടന്ന് മോങ്ങിയിട്ടൊന്നും കണ്ടിട്ട് ഒരു കാര്യമില്ല. കാരണം ഡ്രൈവർമാരുടെ വികാരം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഒരു അടിനാശം വെള്ളപ്പൊക്കവും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം ഇത് അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ മേഖലയിലുണ്ട്. അപ്പോൾ അവരും കൂടെ ഒക്കെ ഒന്ന് അറിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.